കൊച്ചി കുണ്ടന്നൂരിൽ അറസ്റ്റിലായത് കുറുവ സംഘാംഗം തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് പോലീസ് കസ്റ്റഡിയിലുള്ള സന്തോഷ് സെൽവമാണെന്ന് പറയുന്നു. പ്രതിക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി കേസുകളുണ്ട്. സന്തോഷ് സെൽവത്തെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് നെഞ്ചിലെ ടാറ്റു അടയാളമാണ്. എം രാകേഷ് ചേരുന്നു. രാകേഷ്, ഇന്നലെ ചാടിപ്പോയ ഇയാളെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. എന്താണ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഇയാൾ കുറുവ സംഘാംഗമാണെന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു അല്ലേ? വിനീത, കുണ്ടന്നൂരിൽ പിടിയിലായിട്ടുള്ള സന്തോഷ് സെൽവം ഒപ്പം തന്നെ മണികണ്ഠൻ ഇവരുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിൽ സന്തോഷ് സെൽവം കുറുവ സംഘാംഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ സംഗമങ്ങളായി നേരെ കേരളത്തിലെത്തുന്നു. ഒപ്പം തന്നെ പിറകുവശത്തെ വാതിൽ പൊളിച്ചുകൊണ്ട് വീടിനകത്ത് കയറി മോഷണം നടത്തുന്നു. വ്യത്യസ്ത തരത്തിലുള്ള മോഷണങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ ശൈലിയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ട്രെയിനുകളിൽ എത്തി ഇവർ മടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രെയിനുകളിൽ എളുപ്പം മടങ്ങുന്നതിന് വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ താമസിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എന്ന് പോലീസ് പറയുന്നുണ്ട്. സന്തോഷ് സെൽവനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറുവ സംഘാംഗമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ഇന്ന് രാവിലെ ഈ മോഷണം നടന്നിട്ടുള്ള മണ്ണഞ്ചേരിയിൽ എത്തിച്ച് അതേപോലെ തന്നെ ട്രയൽ നടത്തുകയുണ്ടായി. ആ ട്രയലിനകത്ത് മുൻപ് കിട്ടിയ CCTV ദൃശ്യങ്ങളുമായി സന്തോഷ് സെൽവന് സാമ്യമുണ്ട് ഇന്ന് നടത്തിയ ട്രയലിൽ എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ പച്ച കുത്തിയ അല്ലെങ്കിൽ ടാറ്റു അടിച്ചിട്ടുള്ള ആ ഒരു ചിഹ്നം അത് കാണാം. അത് തന്നെയാണ് പ്രധാന തെളിവായി പോലീസ് പറയുന്നതും. അതേസമയം മണികണ്ഠൻ ഇത്തരത്തിലുള്ള ഒരാളാണോ എന്നത് സംബന്ധിച്ച് പോലീസിന് വ്യക്തതയില്ല. എന്നാൽ ഈ കുറുവ സംഘത്തിൽപ്പെട്ട മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു ഈ സന്തോഷിനൊപ്പം. അതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. 14ഓളം പേർ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കും. ഇവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത്തരത്തിൽ സന്തോഷ് പിടിയിലാകുന്നത്. ഒപ്പം തന്നെ കുണ്ടന്നൂരിൽ നടന്നിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ കേസുകൾ ഉൾപ്പെടെ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് വിനീത.